ഹൗ ടു ഡെവലപ്പ് എ സ്ട്രോങ് മൈൻഡ് സെറ്റ്. എങ്ങനെയാണ് ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്? നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ ബുദ്ധന്റെ ഒരു വചനം കേട്ടിട്ടുണ്ടോ? ഒരു സ്ഥാനത്തുറച്ചിരിക്കുന്ന ഒരു പാറക്കല്ല്, അത് എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും അതിന് സ്ഥാനചലനം സംഭവിക്കുന്നില്ല, അത് ഷെയ്ക്ക് ആവുന്നില്ല. അതുപോലെയാണ് വൈസ് പീപ്പിൾ. അവർ മറ്റുള്ളവരുടെ അമിതമായ പുകഴ്ചയിൽ സന്തോഷിക്കുന്നില്ല. അതുപോലെ തന്നെ അവർ ബ്ലെയിം ചെയ്യുമ്പോൾ അമിതമായി ദുഃഖിക്കുന്നുമില്ല. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് ആരെങ്കിലും നല്ല രണ്ട് വാക്ക് പറയുവാണെങ്കിൽ നമുക്ക് വല്ലാണ്ട് സന്തോഷം തോന്നും, ആത്മാഭിമാനം തോന്നും. അതുപോലെ തന്നെ ആരെങ്കിലും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി ദുഃഖവും നമുക്ക് തോന്നാറുണ്ട്. നമുക്കറിയാം, ജീവിതം എന്ന് പറഞ്ഞാൽ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് കാര്യം. നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം വരുമ്പോൾ അമിതമായി നമ്മൾ ആഹ്ലാദിക്കും. അതല്ലെങ്കിൽ ഒരു സങ്കടം വരുമ്പോൾ വല്ലാതെ തളർന്നു പോകും. ഇതിനെയൊക്കെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ സ്ട്രോങ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ബിൽഡ് ദ റിസൈലൻസ് ഇൻസൈഡ് യുവർ മൈൻഡ്. അതായത്, നമുക്കൊരു മോശം അവസ്ഥ വന്നു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എന്നിവ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിനെ ഓർത്തിങ്ങനെ ഇരുന്ന് കരയാതെ, തളർന്നു പോവാതെ, ഇനി എനിക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം എല്ലാ കാര്യങ്ങളും നമ്മുടെ അണ്ടർ കൺട്രോളിലല്ല, അത് തന്നെ ആദ്യം ഓർക്കുക. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം, നമ്മുടെ അണ്ടർ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ലെറ്റ് ഗോ ചെയ്യുക. മറ്റുള്ളവർ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കളിയാക്കുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം തോന്നാറുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കണം, മറ്റൊരാളുടെ ബിഹേവിയറും അവരുടെ ഇമോഷനും ഒന്നും നമ്മുടെ കൺട്രോളിലല്ല. നമ്മുടെ കൺട്രോളിലുള്ളത് അവരോട് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നാണ്. അവർ നമ്മളോട് മോശമായിട്ട് പെരുമാറുമ്പോൾ നമുക്ക് തീരുമാനിക്കാം അതിലും മോശമായിട്ട് പെരുമാറണോ, അതോ അവർ പറഞ്ഞത് മൈൻഡ് ചെയ്യാതെ ഒഴിവാക്കി വിടണോ എന്ന്. നമുക്ക് നമ്മൾ എന്താണെന്ന് വളരെ കൃത്യമായിട്ടറിയാം. നമ്മളുടെ അത്രയും മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് അറിയില്ല. അപ്പോൾ നമ്മൾ എന്താണെന്ന് പുറത്തുള്ള ഒരാളല്ല തീരുമാനിക്കേണ്ടത്. നമ്മുടെ കൺട്രോളിലില്ലാത്ത ഒരു കാര്യത്തിനും നമുക്ക് ചെവി കൊടുക്കണ്ട, നമ്മളതിൽ വറിയാവുകയും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ കൺട്രോളിലല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് വേദനിക്കുകയും വിഷമിക്കുകയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ വിട്ട് കളഞ്ഞേക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ സെൽഫ് ലവ് ആൻഡ് സെൽഫ് കമ്പാഷൻ. അതായത്, നമുക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ഒന്നും നമ്മൾ കാര്യമാക്കത്തില്ല. കാരണം നമ്മൾ എന്താണെന്ന് നമുക്കാണല്ലോ അറിയാവുന്നത്. അതുപോലെ തന്നെ ചില ആൾക്കാർ നമ്മളോട് വന്ന് ഈ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അല്ലെങ്കിൽ കുറേ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറയും. നമ്മളതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിനോട്ട് ഈ ആവശ്യമില്ലാത്ത ചിന്തകളും നെഗറ്റീവ് തോട്ട്സും ഒക്കെ ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഈ നെഗറ്റീവ് കാര്യങ്ങളും കുറ്റങ്ങളും ഒക്കെ പറയാൻ വരുന്നവരോട് പറയുക, ദയവ് ചെയ്ത് എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്ന്. നിങ്ങൾ ഈ വേസ്റ്റ് ബിൻ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മളത് എല്ലാ ദിവസവും അതിനകത്ത് നിന്ന് ട്രാഷ് എടുത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദുർഗന്ധമായിരിക്കും. നമ്മൾ എപ്പോഴും എടുത്തത് ക്ലീൻ ചെയ്ത് അതിനകത്ത് വേസ്റ്റ് എടുത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ അതിനകത്ത് ഈ വേസ്റ്റിൻ്റെ മണമില്ലാതിരിക്കുള്ളൂ. നമ്മുടെ മനസ്സിന് നമ്മൾ ഇതുപോലെ ഈ വേസ്റ്റ് സാധനങ്ങളാണ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിനുള്ളിൽ നിന്ന് വരുന്നതും മോശമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ല കാര്യങ്ങൾ മാത്രം കൊടുക്കുക. നമുക്കിഷ്ടപ്പെട്ടവർക്ക് നമ്മൾ ഏറ്റവും നല്ല സമ്മാനമല്ലേ കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ഏറ്റവും സന്തോഷവും സമാധാനവും നൽകാൻ ശ്രമിക്കുക.